എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. സമയമായി. മാർക്കറ്റ് 109 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ്. ബാങ്ക് നിഫ്റ്റി 178 പോയിന്റ്. ഈ ബോക്സിൻ്റെ അകത്താണ് 1, 2, 3, 4 ദിവസം കളിക്കണം. നമ്മൾ ചുമ്മാ വരച്ചിട്ടേക്കുന്നതല്ല എന്ന് തോന്നാറുണ്ട്. ഈ ബോക്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 ബോക്സാണ്. ബോക്സിന് പുറത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാകത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25,485 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് അപ്പ് നിലവിൽ വന്നിരിക്കുന്നതിൻ്റെ റീസൺ. ഇപ്പം നമുക്ക് നേരെ കാൽക്കുലേഷൻ നടത്താം. മാർക്കറ്റ് 25,344 നിൽക്കുന്നത്. 25,344 പ്ലസ് 110 കൂട്ടാം. 25,454. 25,454 എന്ന് പറയുമ്പോൾ അതൊരു കൺസോൾട്ടേഷൻ സോണാണ്. ആ മുകളിലോട്ട് ആദ്യത്തെ 50 മിനിറ്റ്സ് ക്യാൻഡിൽ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് 25,485 മുട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 485 എന്ന് പറയുമ്പോൾ ഒരു 484 ആ ലെവലിലൊക്കെ വന്നിട്ട് മേ ബി റിവേഴ്സ് ആവാം. ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് 500ലേക്ക് 25,500 നമ്മൾ കഴിഞ്ഞ ആഴ്ചയോട്ടൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 25,500 വീക്കിലി ക്യാൻഡിൽ നോക്കിയാലും ഓൾറെഡി ഇവിടെ ഒരു ലൈൻ ഓൾറെഡി നിപ്പുണ്ട്. 25,598 ഓൾറെഡി നിപ്പുണ്ട്. അപ്പോൾ വീക്കിലിയിൽ ഇത്രയും മാർക്കറ്റ് പോകാനായിട്ട് നിലവിൽ കിടപ്പുണ്ട്. അതേപോലെ വൺ ഡേ ക്യാൻഡിൽ ഡെയിലി ക്യാൻഡിൽ നമുക്കത് അറിയാൻ പറ്റില്ല. ഡെയിലി ക്യാൻഡിൽ വൺ ഡേയിൽ ഒരു RSI ക്രോസ് ഓവർ ആവുന്നുണ്ട്, അപ്പ് സൈഡിലേക്ക് ആവുന്നുണ്ട്. 4 അവറിലും മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അത് കാര്യമാക്കണ്ട. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ബോക്സിൻ്റെ ലെവൽ ഒന്നും കൂടെ ഒന്ന് വലുതാക്കാം.
ഈ ബോക്സിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആവുന്നത്, മേളത്തെ ബോക്സ്. അപ്പോൾ താഴത്തെ ബോക്സ് ഓൾറെഡി നമുക്ക് മാറ്റിക്കളയാം. അപ്പം ഈ ബോക്സിലായിരിക്കും മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആവണം. അപ്പോൾ അവിടെ തന്നെ കുറേ നേരം, അതായത് 1 2 3 4 5 6 7 8 ക്യാൻഡിലാണ് ഇന്നലെ ആ ഒരു ഭാഗത്ത് കൺസോൾട്ടേഷൻ ആയത്. ആ എഗെയിൻസ്റ്റ് സ്ഥലത്തേക്ക് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും വന്നിരിക്കണം. അപ്പോൾ 485 ബ്രേക്ക് ചെയ്താൽ നമ്മൾ 500 ഭാഗത്തേക്ക് ഏകദേശമൊക്കെ ഒന്ന് ആദ്യം പ്രതീക്ഷിക്കുക. ഒരു വിക്ക് വന്നു കഴിഞ്ഞാലും ഒരു 500 ഭാഗത്തേക്കാണ് ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. 15 മിനിറ്റ്സിൽ RSI ഓൾറെഡി ക്രോസ് ഓവർ വന്ന് നിൽക്കുകയാണ്. പക്ഷേ 30 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ നമുക്ക് നോക്കാം. എന്തായാലും സ്ട്രൈക്ക് ഒന്ന് സെലക്ട് ചെയ്യട്ടെ. 100 പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ മതി സ്ട്രൈക്ക്. 25 300 സി നോക്കാം. ടാർഗറ്റ് വന്നിട്ട് 202 225. പിയിൽ ഇപ്പോൾ 2 മിനിറ്റിൽ RSI പി സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 132ആണ്. അത് 100 പോയിൻ്റ് താഴത്തോട്ട് ഇറങ്ങും. അപ്പോൾ ഒരു 70 പോയിൻ്റൊക്കെ നമുക്ക് കണക്ക് കൂട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന 25 500 സ്ട്രൈക്ക് നോക്കാം. പിയിൽ 25 500 സ്ട്രൈക്ക് നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസമൊക്കെ നോക്കി വെച്ച സ്ട്രൈക്കുകൾ തന്നെയാണ്. അതിൻ്റെ സപ്പോർട്ട് ലെവലെന്ന് പറയണത് 155 ഒരു സപ്പോർട്ടാണ്. നമുക്ക് പിന്നീട് നോക്കാം. RSI സ്റ്റിൽ 2 മിനിറ്റിൽ മാത്രമാണ് പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ബാക്കിയൊക്കെ മാർക്കറ്റ് സിയിലേക്ക് അനുകൂലമായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് സിയുടെ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിയിലേക്ക് പോകാം. ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ 172 ഒരു ലെവലുണ്ട്, സപ്പോർട്ട്സ് കൺസോൾട്ടേഷൻ സോണുണ്ട്. 185 ഒരു സപ്പോർട്ട് സോണാണ്. പിന്നെ 202 മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ ഉള്ളത് 225. അപ്പോൾ അത്രയും മാർക്കറ്റ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 143 നിൽക്കുന്നത് 225 വരെ മേ ബി പോയാലും ഒരു 227 വരെയാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ഓപ്പൺ ആവണമെന്ന് നമുക്ക് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. 105 പോയിൻ്റ് ഫ്യൂച്ചർ ഇൻഡെക്സിൽ കാണിക്കുന്നു എന്ന് വെച്ചിട്ട് 105 പോയിൻ്റ് തന്നെ അത് പോകണമെന്നില്ല. ഡെൽറ്റ വാല്യൂ അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. 228 മുകളിൽ നിന്നാൽ മാത്രമാണ് നമുക്കൊരു അപ്സൈഡ് കണ്ടിന്യൂവേഷൻ പ്രതീക്ഷിക്കാനായിട്ട് സ്കോപ്പുള്ളൂ. അപ്പോൾ മാർക്കറ്റ് പോയി നിൽക്കുന്നതേ എനിക്ക് തോന്നുന്നത് 202 225 ഇടക്കാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. ശ്രദ്ധിച്ച് നിന്നാൽ 5-10 പോയിൻ്റ് നമുക്ക് എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, 9:14 ആയിട്ടുണ്ട്. ഈ 5 മിനിറ്റിലും RSI താഴത്തോട്ടാണ് നിൽക്കുന്നത്. $202 കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 220 231 234. ശ്രദ്ധിച്ച് നിന്ന 202 കുറേ നേരം സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാർക്കറ്റ് 228 നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് പോയത്. അത് RSIയുടെ ക്രോസ് ഓവർ സിയിലേക്ക് അനുകൂലമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. നമുക്കത് 252 വരെ പോകുമെന്നുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. 202 കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അതാണ് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പോയിന്റുകൾ നമുക്ക് നേടിയെടുക്കാമെന്ന് പറഞ്ഞത്. നമ്മൾ 252 വരെയാണ് ഏകദേശം. 252 എന്നുള്ളത് പിന്നെയും എക്സ്പാൻഷനായിട്ട് 262 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. അടുത്ത ക്യാൻഡിലിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ലെവലിൽ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകും.
202 കുറച്ച് നേരം ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിന്നു. അതാണ് ശ്രദ്ധിച്ച് നിന്നാൽ നമുക്ക് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ എടുക്കാം എന്ന് പറഞ്ഞത്. 202 കിട്ടിയിട്ടുണ്ടെങ്കിൽ 225 വരെ 241 വരെ മാർക്കറ്റ് നിൽക്കുകയാണ്. 262 വരെയൊക്കെ പോകാനായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു റെസിസ്റ്റൻ്റ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും 202 205 ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു 235 എടുത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. 225 228 12 പോയിന്റ് വ്യത്യാസമുണ്ട്. ഒറ്റയടിക്കൊന്നും മാർക്കറ്റ് ഒരു കാരണവശാലും മുകളിലോട്ട് പോകത്തില്ല. സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ മാക്സിമം കയറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. $252 നമ്മൾ പറഞ്ഞ ലെവലിൽ 250 വരെ എത്തിയിട്ടുള്ളൂ. നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് 252 പറഞ്ഞത്. അപ്പോൾ കയറ്റി വെച്ചിട്ട് അവിടെ കിടക്കട്ടെ എന്നങ്ങ് വിചാരിക്കണം. എന്തായാലും പിയിൽ മൂവ്മെൻറ്റ് വരും. ഒറ്റയടിക്കൊന്നും ഇനിയൊരു മൂവ്മെൻറ്റ് ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ 271 നോക്കിയാൽ മതി. 252 ഒരു റിജക്ഷൻ ഏരിയ ആണ്. 52 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് 271 ഇട്ടായിരിക്കും പോണേ. 255 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. $256 ട്രെയിൽ ചെയ്ത് അങ്ങ് പോവുക, ലോക്ക് ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 10 നിന്നാണെങ്കിലും വേണ്ട, 225 നിന്നാണെങ്കിലും ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ വന്നത്. സമയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്തത് കാരണം നമുക്ക് സമയം ഉണ്ടായിരുന്നു. 256 വരെ പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞൊരു ടാർഗറ്റ് 252 ആണ്. അത് 256 വരെ പോയിട്ടുണ്ട്. ലൈൻ 260 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റിൽ ലോക്ക് ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ്. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ എഗെയിൻ വരും. അതങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോകുന്നത് 279 നിലവിലത്തെ കണ്ടീഷനിൽ പോകാനായിട്ട് സ്കോപ്പുള്ള ഒരു ഏരിയ. 260 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 279 മൂവ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ചാർട്ടിൽ എന്താണ് അവസ്ഥ എന്നൊന്ന് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതേ ബോക്സിൻ്റെ മുകളിലാണ്. നമ്മൾ വരച്ചിട്ട ബോക്സിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 25,566 മാർക്കറ്റ് നിൽക്കുന്നത്. RSI അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ 25,598 വരെയൊക്കെ പോകണം. അപ്പോൾ സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. പിയിൽ മൂവ്മെൻ്റ് ഒക്കെ കിട്ടും, കിട്ടാതെയൊന്നുമില്ല. ഈ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ലെങ്തി ക്യാൻഡിലായിരിക്കും പിയിൽ വരുന്നത്. 262 ആയിട്ടുണ്ട്. അപ്പോൾ അത് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്കോ അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു ഏരിയയിലേക്കോ ലോക്ക് ചെയ്ത് വെക്കുക. 265 നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ ഉദ്ദേശിക്കുന്നത് 279 271 ആയിട്ടുണ്ട്. 274 ആയിട്ടുണ്ട്. 275 ആയിട്ടുണ്ട്. 277 279 280 282 286 ട്രെയിൽ ചെയ്ത് അങ്ങ് കൊണ്ടുപോവുക. നമ്മൾ 25,598 ടച്ച് ചെയ്യാനായിട്ട് നിൽക്കുന്ന ലെവല് നമ്മൾ പറഞ്ഞേക്കണേ. നമ്മൾ വരച്ച വരയും കമ്പനി ഇട്ടേക്കുന്ന ബ്ലൂ ലൈനും ഏകദേശം സിമിലാരിറ്റിയാണ്. ഇനി അടുത്ത 15 മിനിറ്റിലായിരിക്കും, ഇനിയൊരു 10 മിനിറ്റ് സ്ട്രഗിൾ ആയിരിക്കും. അതിനുശേഷമായിരിക്കും മാർക്കറ്റിൽ അടുത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാവണം. 292 അപ്പോൾ കയറ്റി കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ട്രെയിൽ ചെയ്യാൻ വെച്ചാലും 285 എന്തായാലും വന്നിപ്പോൾ ഹിറ്റ് ചെയ്യും. ഒരു ഡൗൺ ചെറുതായിട്ടൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 202 തുടങ്ങിയതാണ്. 102 ആകുമ്പോൾ 100 പോയിൻ്റാണ്.
ട്രെയിൽ ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റാണ് 9.21 ഇനിയൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഇനി മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ കേട്ടോ. കണ്ടിന്യൂഷൻ ആയിട്ട് ഗ്രീൻ ലൈൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കയറ്റി വെക്കാം, ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. അത് അടുത്ത 15 മിനിറ്റിൽ ഇനിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഈ ഒരു ക്യാൻഡിൽ വന്നു, ചെറിയൊരു ഡോജി ക്യാൻഡിൽ പോലെ വന്നു, അത് കഴിഞ്ഞിട്ടൊരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ്. അതിൻ്റെ ലോവർ വിക്കിലേക്ക് മാർക്കറ്റ് വരണം. അപ്പോൾ ഇനി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കറക്ഷൻ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് ഒരു റിവേഴ്സാണ്. അവിടെ ഒരു 40 കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിനി ഈ സ്ട്രൈക്ക് നോക്കുന്നതിൽ അർത്ഥമില്ല. അത് 40 വരെ കയറുവാണെന്നുണ്ടെങ്കിൽ അത് 40 കയറിയതിന് ശേഷം പിന്നെ പോയി കഴിഞ്ഞാൽ 47ലേക്കാണ്. നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇനി ഒരു കറക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് നേരെ നല്ല രീതിയിൽ വരുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് പറഞ്ഞത് റിവേഴ്സാണ്. അത് 40 വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. 30ൽ നിന്നാണ് 10 പോയിൻ്റ് ഈസി ആയിട്ട് റിവേഴ്സ് ആയത്. ഇനി ഇവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷനാണ്. അത് 222 താഴത്തോട്ട് പോകാതിരുന്നാൽ ഇനിയിപ്പോൾ ഒരു SM ഇവിടെ താഴെയുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു മാർക്കറ്റ് പോയിരുന്ന 306 307 ഒരു മൂവ്മെൻറ്റും കൂടെ അഡീഷണൽ ആയിട്ട് കിടപ്പുണ്ട്. കണ്ടോ, 15 മിനിറ്റ്സിൽ നമ്മൾ ഏകദേശം 25,584 ഒരു 16 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. വരും, കറങ്ങിത്തിരിഞ്ഞൊക്കെ വരട്ടെ. ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ്. ഇനി ഈ ബോക്സിനും ഈ റെഡ് ലൈനും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോയാൽ മാത്രം നമ്മൾ ബാക്കിയുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഇവിടെ ചെന്നപ്പോഴേ നമ്മൾ പറഞ്ഞു കറക്ഷൻ ആയിട്ടുണ്ട്, മാർക്കറ്റ് റിവേഴ്സ് ആവും, അപ്പോൾ കയറ്റി വെച്ചോ. പിന്നെ ഇവിടെ ഒരു 300 മിച്ചം ഇട്ടിട്ടാണ് മാർക്കറ്റ് വന്നത്. ഒരു 300 മിച്ചം ഇട്ടിട്ടുണ്ട്. അപ്പോൾ 295 ബ്രേക്ക് ചെയ്താൽ ഒരു 305ലേക്കുള്ള ഒരു 10 പോയിൻ്റ് കൂടെ കിട്ടും. കാരണം ഈ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വിക്കിലേക്ക് ഒരു റിവേഴ്സിൽ വരാനായിട്ടാണ് മാർക്കറ്റ് ഒന്ന് റിവേഴ്സായിട്ട് മെജോറിറ്റി പോയത്. മാർക്കറ്റ് നിൽക്കുന്നത് 2 മിനിറ്റിൽ സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കറക്ഷൻ ഇങ്ങനെ വന്നതേ ഉള്ളൂ. ഇനി 9:30 കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിൽ അടുത്ത മൂവ്മെൻറ്റ് വരുന്നത്. ഇനി കുറച്ച് നേരം ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിന്ന് ഈ SMA ഒക്കെ ഒന്ന് അടുത്ത് വന്നിട്ടായിരിക്കും മാർക്കറ്റിൽ അടുത്ത മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ RSI പിയിൽ ക്രോസ് ഓവർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കുക. എത്ര ഡെൽറ്റ വാല്യൂ ഉള്ള പിയുടെ സ്ട്രൈക്ക് നോക്കണം. ഇന്ന് പോരാത്തതിന് എക്സ്പയറിങ് കൂടെയാണ്. 243 125 പിയുടെ സ്ട്രൈക്ക് നമ്മൾ 25,700 ആക്കിയിട്ടുണ്ട്. പിയിലേക്കൊന്നും മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് ചെറിയൊരു റിവേഴ്സൽ 130ൽ നിന്ന് എത്ര വരെ വന്നിട്ടുണ്ട്, 167 140ൽ നിന്ന് 68 28 പോയിൻ്റാണ് ഡെൽറ്റ വാല്യൂ മാറിയപ്പോൾ മൂവ്മെൻറ്റ് കിട്ടിയത്. മറ്റേതിൽ 10 പോയിൻ്റ് കിട്ടിയതാണ്. ഇവിടെ 26 പോയിൻ്റ് മൂവപ്പ് ആയിരിക്കണേ. 230 താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ ഡൗണ് സിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അത് 230 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. ഇനി SMA വരുന്നത് വരെ മാർക്കറ്റിൽ നല്ലൊരു കറക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. 300 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ അടുത്ത സിയിനെ പറ്റി നമ്മൾ അടുത്തതായിട്ട് ആലോചിക്കുന്നുള്ളൂ. അതുവരെയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്ഷനായിട്ട് നിൽക്കും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്താൽ ഇന്നത്തെ ട്രേഡ് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. വളരെ മാസീവായിട്ടുള്ള മൂവ്മെൻ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. തൊട്ട് 270 വരെ ലോട്ടറി കോൾ കിട്ടിക്കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 146 145 പണി നടത്താം. പിയിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഒരു 126 വരും. 26 36 46 20 പോയിൻ്റ് വരും സ്റ്റോപ്പ് ലോസ്. കാരണം ഹൈ വോളിയമാണ് ജനറേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ 20 പോയിൻ്റ് കിട്ടുവാണെങ്കിൽ 300 തൊട്ട് 320 വരെ എടുക്കാം എന്നുറപ്പുണ്ടെങ്കിൽ പിയിൽ നമുക്ക് പണി നടത്താം. പി ബൈസോൺ
167 ടച്ച് ചെയ്യാനായിട്ടുണ്ട് പി. ആ 167 കൂടെ ബ്രേക്ക് ചെയ്താൽ ഇപ്പം നിലവിൽ നമ്മൾ പറഞ്ഞ ഏരിയ 147 147 നിന്ന് ഇപ്പോൾ 157 10 പോയിന്റ് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. അത് അങ്ങ് പോയി കഴിഞ്ഞാൽ 167 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 190, അതുപോലെ യെല്ലോ ലൈൻ 270 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണം. റിസ്ക്കിയാണ്, കാരണം ഇവിടെ ക്രോസ് ഓവറോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അതിനിടക്ക് പെട്ടെന്നൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചിലപ്പോൾ താഴത്തോട്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരൊറ്റ ഡംപ് താഴത്തേക്ക് വന്നാൽ ഇവിടെ ഈ ഒരു 290 ബ്രേക്ക് ചെയ്താൽ 310 വരെ ഒരൊറ്റടിക്ക് സിയിലൊരു മൂവ്മെൻ്റ് ഉണ്ടാവും. കാരണം പിയിലേക്ക് ലോട്ടറി കോളാണ് വരാനുള്ളതെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ നിന്നേ മാർക്കറ്റ് കയറി 270 പോകും, അതായത് 152 മുതൽ 270 വരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ 150. നമ്മൾ എൻട്രി പറഞ്ഞത് 143 നിന്ന് 253 വരെ 100 പോയിന്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ താഴത്തോട്ട് അടിച്ചാൽ ഇവിടെ ഒരു 290 നിന്ന് 300 വരെ ഒരു സ്പേസ് ഉണ്ട്. 300 ബ്രേക്ക് ചെയ്താൽ 314 ഒരു സ്പേസ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റിവേഴ്സ് ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം 263 നിന്ന് താഴെ 208 സപ്പോർട്ട് സോൺ ഉണ്ട്. ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് ഫാളാവത്തുള്ളൂ. ഇവിടെ RSIയുടെ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, പിയിലേക്കുള്ളൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിയിൽ ഈ 100-150 പോയിന്റ് പോകാനുള്ളത് കാരണം അത് സ്വസ്ഥമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ചെല്ലാനുള്ളത് 360 വരെയാണ്. 160, 260, 360. അപ്പം അതിനു മുമ്പ് ഒരു വലിയ സ്റ്റോപ്പ് ലോസ് കംപ്ലീറ്റ് ആൾക്കാരെയും അടിച്ചിട്ടാണോ തിരിച്ചു പോകണമെന്നുള്ള കാര്യം നമ്മളെപ്പോഴും മനസ്സിൽ വേണം. ബിഗ് മൂവ്മെൻറ്റിന് മുമ്പ് ഒരു വലിയ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പൊതുവേ ഉള്ളതാണ്. രണ്ടാമത്തെ കേസ് ഇവിടെ 306, 315 മോർണിംഗ് ടൈമിൽ ഇവിടെ ഒരു മിച്ചം ഇട്ടിട്ട് പോയേക്കുന്നതാണ്. അതെവിടെയായിരുന്നു, 300 ആണോ നോക്കട്ടെ. 300 എപ്പോഴായിരുന്നു എന്ന് ഓർക്കണില്ല. 300, 306 ഒരു ലെവല് നേരത്തെ ഒന്ന് കാണിച്ചതായിരുന്നു രാവിലെ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് പിയിൽ ഒരു വലിയ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് 130-ന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് ആ സ്റ്റോപ്പ് ലോസിന് വാല്യൂ ഉള്ളൂ. അതെപ്പോഴും മനസ്സിൽ നമ്മൾ കാണണം. അങ്ങനെ കണ്ടുകൊണ്ട് പിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. കാരണം ഇവിടെ 15 മിനിറ്റ്സിലൊരു ഡോജി ക്യാനിലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കണേ. കൺസോൾട്ടേഷൻ സോണിലാണ്. ഇവിടെ താഴത്ത് വൈറ്റ് ലൈൻ 25,470 ടച്ച് ചെയ്യാൻ കിടപ്പുണ്ട്. SMA താഴെയാണ്, ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ മുകളിൽ ടച്ച് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,590 ടച്ച് ചെയ്യാനായിട്ട് മിച്ചം കിടപ്പുണ്ട്. അപ്പോൾ 25,600 വരെ പോകാനായിട്ടുള്ള ചാൻസ് അടുത്ത 15 മിനിറ്റ്സിൽ 9:45 ക്യാൻഡിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ അതേ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിലിൽ 25,608 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹെഡിങ് പ്രതീക്ഷിക്കേണ്ടത് റിസ്കി എൻട്രി ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ. കാരണം 5 മിനിറ്റിൽ RSI റീക്രോസ് ഓവർ ആവുന്നുണ്ട്, സി സൈഡിലേക്ക് റീക്രോസ് ഓവർ ആവുന്നുണ്ട്. അതേപോലെ 15 മിനിറ്റ്സിൽ RSI റെഡിലേക്ക് കയറാനായിട്ട് RSI മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 30 മിനിറ്റിലും RSI 50% ഹാഫ് പോർഷനിൽ നിന്നൊരു ഡൈവർജൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സിയിലേക്കൊരു ക്വിക്ക് മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് 9:45 കൂടിയിട്ടായിരിക്കും അതിലൊരു തീരുമാനമാവുന്നത്. അതുകൊണ്ടാണ് പിയിൽ വളരെ റിസ്ക് ആയിട്ടുള്ള എൻട്രിയാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ റീസൺ. നമ്മൾ ഓൾറെഡി 290 മെൻഷൻ ചെയ്ത് വെച്ചേച്ചതാണ്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ കമ്പനി ഓട്ടോമാറ്റിക്കായിട്ട് 290 ഓൾറെഡി ലൈൻ മാറ്റി ഇട്ടിട്ടുണ്ട്. 290 ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടണം. അത് 300 10 പോയിൻ്റ് ആയിരിക്കും ആദ്യം വരുന്നത്. അത് അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയാലാണ് നമ്മൾ ഈ പറഞ്ഞ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ.
ട്രാപ്പിംഗ് ആണത്. അതിപ്പോൾ എല്ലാവരും പിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം 130 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴത്തോട്ട് ഫാൾ ആവുള്ളൂ. അപ്പോൾ 290 ബ്രേക്ക് ചെയ്താൽ 300ലേക്ക് ആദ്യം ഒരു ടിപ്പ് വരും. അത് ബ്രേക്ക് ചെയ്താൽ 306ലേക്ക്. പക്ഷെ വളരെ സ്പീഡായിരിക്കും. ഇത് ട്രാപ്പിംഗ് സോണാണിത്. ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താലാണ് എന്തും സംഭവിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കാരണം ഒരുപാട് 1 2 3 4 5 6 7 8 9 ക്യാൻഡിലായി 2 മിനിറ്റിൻ്റെ ഒരേ ലെവലിൽ പോകുന്നു. മുമ്പും ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും സിംഗിൾ ക്യാൻഡിൽ നടക്കാൻ പോകുന്നത്. 9:45 ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ബ്രേക്ക് ഔട്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരിക്കുന്ന ഏരിയ ഏതാണ്ടൊക്കെ 123 മറ്റോ കണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസും പറഞ്ഞിരിക്കുന്നത്. കാരണം പിയിലേക്ക് ഡൗൺ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ സിയിൽ എൻട്രി പറഞ്ഞിരിക്കുന്നത്. അക്കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. റിസ്ക് ആണ്. സിയിൽ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട്. ഓൾ ഓവർ നോക്കുമ്പോഴത്തെ പോകാനായിട്ട് കിടപ്പുണ്ട്. അപ്പം നമ്മൾ 306 ബ്രേക്ക് ചെയ്ത് 312 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പിയിൽ ഇപ്പോൾ എൻട്രി എടുത്താലും നമ്മൾ 306ലേക്ക് ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അതായത് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ സിയിൽ ക്യാൻഡലിൻ്റെ ഹൈ ഓപ്പൺ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ്. പിയിൽ എന്തായാലും കുറച്ച് മൂവ്മെൻ്റ് ഉണ്ട്, അത് സംശയമൊന്നുമില്ല. നമ്മൾ സിയിലേക്ക് വലുതായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അടുത്ത 15 മിനിറ്റ്സിലാണ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയില്ലോ എന്ന് അറിയാൻ പറ്റുന്നത്. 9:45 കഴിഞ്ഞാലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ, ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യൂല്ല എന്നുള്ളത്. പത്ത് മണി കഴിയാതെ എന്തായാലും മാർക്കറ്റിലൊരു റീഡയറക്ഷൻ എന്തായാലും ഉണ്ടാവില്ല. കാരണം നമ്മൾ പറഞ്ഞത് 5 മിനിറ്റ്സിൻ്റെ RSI റീക്രോസ് ഓവറായി. ഫ്യൂച്ചറിൻ്റെത് ഏതാ 50 മിനിറ്റ്സ് റീക്രോസ് ഓവറായി നിൽക്കുകയാണ്. 30 മിനിറ്റിലും റീക്രോസ് ഓവറായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ മറ്റേത് വളരെ വളരെ റിസ്കി ആയിട്ടുള്ള എൻട്രി ആണ്. സിയിലേക്കാണ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് റീഡൈവർജൻസ് ആവുന്നുണ്ട്. 9:45 ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ മുട്ടേണ്ട സ്ഥലത്ത് പോയി മുട്ടാനുണ്ട്. കണ്ടോ, നമ്മൾ വരച്ച ലെവല് 25,997 അവിടെ നിന്നും ഇനി ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 25,635 മാർക്കറ്റ് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് സിയിലേക്ക് റീഡൈവർജൻസ് ആവുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ റെഡിലേക്ക് കയറിയിട്ടുമില്ല. നൂറ്റി ഇരുപതൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രം, 120 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തോ ദുരുദ്ദേശമാണ്. നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് 25,600 നമ്മൾ പറഞ്ഞത്. ആ 25,600 വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. 600 ബ്രേക്ക് ചെയ്ത് ഇനി പോകാനുള്ളത് 635 ഭാഗത്തേക്കാണ്. 10:15 കഴിയാതെ എന്തായാലും ഒരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കത്തില്ല. അപ്പോൾ ഈ പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല 324. അത് 324 വരെ എന്തായാലും ഒരു വന്നിട്ടേ അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ.
അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 323 ആ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവിടം വരെ മാർക്കറ്റ് പോകും. എന്നിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ. 9:45 ആയിട്ടുണ്ട്. 107 മുതൽ 111 വരെ. 310 താഴെ വന്നാൽ മാത്രം മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ. 310 താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം. പെട്ടെന്ന് ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടൂല മുകളിലോട്ട് പോണത്. വളരെ ഇപ്പോഴും സിയിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ്. 15 മിനിറ്റ്സിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. പെട്ടെന്നൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ പറന്നായിരിക്കും മുകളിലോട്ട് പോണത്. എല്ലാവരും മാർക്കറ്റ് താഴത്തോട്ട് വരും 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 എന്നും പറഞ്ഞിട്ടായിരിക്കണേ. നമ്മൾ മാത്രമാണെന്ന് തോന്നുന്നു മാർക്കറ്റ് മുകളിലേക്കാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇരുപത്തിയഞ്ച് 616 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഓൾറെഡി നിൽപ്പുണ്ട്. 225 616. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റും ഹിറ്റായിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞത് 25 618 മറ്റോ ആണ്. അതൊന്നും കൂടെ എക്സ്പാൻഷനായിട്ട് 25 635 പോയി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ 107 മുതൽ 111 വരെ ഒരു വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, RSI റെഡിലേക്ക് കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ 142 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത്. ഇതൊരു റിവേഴ്സാണ്. പിന്നെ റിസ്ക് എടുക്കാൻ 97 അടുത്തത്. പക്ഷെ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ടെങ്കിലും നമ്മളിത് റിസ്കി എൻട്രി ആണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോഫിറ്റബിൾ ആവാനായിട്ടുണ്ടെങ്കിൽ 190 മുതൽ 290 മുതൽ 322 വരെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ലോസ് ആണെങ്കിലും ആ ലോസ് ഓൾമോസ്റ്റ് ഇപ്പുറത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത എൻട്രി ആണെങ്കിലും 96. അടുത്ത സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ 96 96 നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് പോയാൽ 142 170 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. ഓൾമോസ്റ്റ് നമ്മുടെ വ്യൂസൊക്കെ ഓൾറെഡി കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്. അപ്പോൾ ഇനി ഈ ഒരു ക്യാൻഡിൽ മഞ്ഞ ലൈൻ മുട്ടിയിട്ടായിരിക്കും നമ്മൾ അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് 10 മണിയോടുകൂടി ഏതെങ്കിലും ഒരു ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യണം. RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇനി സിയിലേക്ക് ഉടനെ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഇനി നമ്മുടെ കോൺസെൻട്രേഷൻ പിയിലേക്കാണ്. ഈ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് പോയിട്ട് SMA എവിടെയെങ്കിലുമൊക്കെ മുട്ടുന്ന ലെവലിലേക്ക് ആവട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത വ്യൂ നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്യാൻഡിൽ വന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് റിവേഴ്സായി. ഇവിടെ ഒരു നമ്മൾ പറഞ്ഞത് 107 മുതൽ 111 വരെ നമുക്കൊരു സ്കോപ്പ് ഉണ്ട്. ആ സ്കോപ്പാണ് ഫുൾഫില്ല് ചെയ്തുകൊണ്ട് മാർക്കറ്റ് 129 വരെ പോയി നിൽക്കുന്നത്. ഇത് അങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 142 ബ്രേക്ക് ചെയ്താൽ 159, 159 ബ്രേക്ക് ചെയ്താൽ 170, 170 ബ്രേക്ക് ചെയ്താൽ ഇപ്പം എന്തായാലും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 142 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 148 ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ 110 നിന്ന് 145 35 പോയിൻ്റാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 170. അപ്പോൾ നമ്മളെന്താ ചെയ്തത്? ഇവിടെ ഒരെണ്ണം അപ്ലൈ ചെയ്തു. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ആ സ്റ്റോപ്പ് ലോസ് ഇപ്പുറത്ത് തിരിച്ചു പിടിച്ചു. അതല്ല, അതെടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പുറത്ത് അടുത്ത മൂവ്മെൻറ്റ് കിട്ടി. ദെൻ വീണ്ടും നമ്മൾ രണ്ടാമത്തെ അപ്ലൈ ചെയ്തു. അത് കിട്ടി 35 പോയിൻ്റ്. അപ്പോൾ മറ്റേത് 20 പോയാലും ബാക്കി 15 പോയിൻ്റ് നമുക്ക് മിച്ചാണ്. ഇവിടെ കൺസോളേഷൻ സോണാണ്. ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് 180 ആയിരിക്കും. 180 പിന്നെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് 270 ഭാഗത്തേക്കൊക്കെ ഒരു ബിഗ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. അതാ പറഞ്ഞു, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനായിട്ട് പോവുക. ആൾക്കാർ മുഴുവൻ എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തെടുത്തിട്ട്
മാർക്കറ്റിൻ്റെ വഴിക്ക് പോവും. നമ്മൾ ലോസും കണ്ട് പേടിച്ച് നമ്മൾ വൈകുന്നേരം വരെ നോക്കിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിലും ഒരു 180 മേളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 25-30 പോയിന്റോ ഒക്കെ ലോക്ക് ചെയ്തിട്ടിട്ട് വൈകുന്നേരം വരെ കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഭാഗ്യമുണ്ടെങ്കിൽ ചെന്നിടിക്കണത് 270-ലായിരിക്കും. 270 ബ്രേക്ക് ചെയ്ത് 295 295 ബ്രേക്ക് ചെയ്താൽ 360-ലായിരിക്കും പോയി നിൽക്കുന്ന മാർക്കറ്റ്. കാരണം പിയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് SMA ടച്ച് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഒരു ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതായത് മാർക്കറ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടം വരെ മാർക്കറ്റ് തിരിച്ചു വന്നുകൊണ്ട് അതിൻ്റെ താഴെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു ഹുക്ക് പോലല്ല, ചൂണ്ടക്കുളത്ത് പോലെ ഇരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അത് കുറേ നാളായി അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ട്. ചൂണ്ടക്കുളത്ത് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ മേളിൽ പോയി യു ടേൺ എടുത്ത് താഴത്തോട്ട് വന്ന് ആ എൻട്രി പ്രൈസും കഴിഞ്ഞിട്ട് പൊക്കത്ത് പോയി നിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതാണ് ചൂണ്ടക്കുളത്തിൻ്റെ ഒരു പാറ്റേൺ ആണത്. ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറയും. അപ്പം അങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പോയി നിൽക്കുന്നത് 360-ലായിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത്. അതൊക്കെ നമ്മുടെ പ്രതീക്ഷകളാണ്. നമ്മുടെ പ്രതീക്ഷകളാണ് അതൊക്കെ. എന്നെ സംബന്ധിച്ച് 21 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് വൈകുന്നേരം വരെ കയ്യും കെട്ടി അങ്ങ് ഇട്ടേക്കുക. അതിൽ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയണത് 180-ൽ. ഇപ്പോൾ ഒരു 10 ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 180-ൽ ഒരു 5 ലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 3 ലോട്ട് കൊടുക്കുക. ബാക്കി 270 ആകുമ്പോൾ ഒരു 2 ലോട്ടും കൂടെ കൊടുക്കുക. ബാക്കിയുള്ളതൊരു 180-ലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം വരെ അഴിച്ചങ്ങ് വിട്ടേക്കുക. കാരണം 30 മിനിറ്റ് RSI ഡൗൺ സൈഡാണ് നിൽക്കുന്നത്. 15 മിനിറ്റ്സ് റെഡിലേക്ക് കയറിയിട്ടില്ല. കയറുന്നതിൻ്റെ അവിടെ വെച്ചിട്ട് റീഡൈവർജൻസ് ആയിട്ടുണ്ട്. അതേപോലെ 5 മിനിറ്റിൽ റീക്രോസ് ഓവർ മുകളിലോട്ട് പോയിട്ട് താഴത്തോട്ട് വീണ്ടും തിരിയുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് 270 വരാനായിട്ട് കിടപ്പുണ്ട്. ഇത്തരം സാഹചര്യങ്ങളും RSI 2 മിനിറ്റിൽ ക്രോസ് ഓവർ ആയതുകൊണ്ടാണ് നമ്മൾ 110-ൽ എൻട്രി എടുത്തത്. 110-ൽ എൻട്രി എടുത്തിട്ട് ഇപ്പോൾ 155-ലാണ് നിൽക്കുന്നത്. അത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 180 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ 3-4 ക്യാൻഡിലിൽ ഇന്ന് എക്സ്പയർ ചെയ്തുകൊണ്ട് ബിഗ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 270-ലായിരിക്കും പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടക്ക് 179 ഭാഗത്ത് എന്നിട്ട് ചിലപ്പോൾ ഒന്ന് റിവേഴ്സായിട്ട് 145-ലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് പോകുന്ന ഒരു റീടെസ്റ്റ് SMA-ലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുശേഷമായിരിക്കും വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകണം. എന്തായാലും ഈ RSI മുകളിലോട്ട് ക്രോസ് ഓവർ ആവാതെ നമുക്ക് അഡീഷണൽ ഇനി സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം സിയിൽ 241 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ആ 241 ടച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ മാത്രമാണ് സിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞത് 164 164.95 165 വരെ വന്നിട്ടുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചൊരു ഏരിയ 169-ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചൊരു ഏരിയ. 169 70 ബ്രേക്ക് ചെയ്താൽ പിന്നെ 80-ലേക്കാണ്. അപ്പം അങ്ങനെയൊക്കെ 80-ന് മേളിലോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഭാഗ്യവും, കാരണം ഈ RSI ഒന്ന് തിരിഞ്ഞൊക്കെ ഒന്ന് വരണം. അപ്പോൾ ഇവിടെ 240 ഭാഗത്ത് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് സി. അപ്പോൾ ഈ 241 ആ ഒരു ഭാഗം സപ്പോർട്ട് സോണാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ ഒരു ഡൗൺഫാൾ കണ്ടിന്യൂഷനായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ 170 വളരെ സേഫായിട്ടുള്ളൊരു പൊസിഷനാണ്. 170 വന്നു കഴിഞ്ഞാൽ 169 70 വരുമോ അതോ 170 ബ്രേക്ക് ചെയ്ത് 180-ലേക്ക് പോകുമോ എന്നുള്ളത് ഡിപ്പെൻസ് അപ്പോൺ സിയുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടിരിക്കും. ഒരു അലർട്ട് സിയിൽ കാണിക്കുന്നുണ്ട്. പിയിൽ RSIയിൽ ചെറിയൊരു ഡൈവർജൻസ് പോലെ RSI ചെറുതായിട്ടൊന്ന് വളയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നേരത്തെ ആ ഒരു നേരെ പോയ ഡയറക്ഷനിൽ ചെറിയൊരു ചരിവ് വന്നിട്ടുണ്ട്. അപ്പോൾ 170 കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ 170-ലൊന്ന് സേഫായിട്ട് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ മുകളിലോട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് പോവാം. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 170 മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റും
ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ 241.88 മാർക്കറ്റ് റിവേഴ്സ് ആയാൽ SMA ഒരു റീടെസ്റ്റിന് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, മാർക്കറ്റ് 170 വരെ വരും, 170 പോയിട്ട് 137 ഇട്ടൊരു ഡൗണ് വരും. അതിനുശേഷം പിന്നെ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് 270 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എവിടെയാണ് എടുത്തത്? 110 എടുത്തു, 170, 60 പോയിൻ്റാണ് നിസ്സാര സമയം കൊണ്ട് കിട്ടിയിരിക്കണേ. ഇനി നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞേ? 170 എവിടം വരെ പോയിട്ടുണ്ട്? 170.20. മാർക്കറ്റ് അവിടെ നിന്ന് SMA ഇട്ട് റീസപ്പോർട്ട് എടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നോക്കിയേ, 245 55 65 280. നോക്കി നമ്മൾ പറഞ്ഞത് എന്താ? 170 പോകും, 170 പോയിട്ട് SMA ഇട്ട് റീസപ്പോർട്ട് വരും. അപ്പോൾ 240 എന്നുള്ള റീസപ്പോർട്ട് എവിടം വരെ പോയി നിൽക്കുക. അപ്പോൾ ആ സമയത്ത് അവിടെ എൻട്രി എടുത്താലും അവിടെ നിന്നുള്ള എൻട്രി 280 267 വരെ കൊണ്ടുപോയാലും ഇവിടെ ഒരുമിച്ച് സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ പോയാലും പ്രോഫിറ്റ് അല്ലേ? 240 67 വരെ 27 പോയിൻ്റാണ് അവിടെയും പ്രോഫിറ്റബിൾ ആയത്. അങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം. അതിനുശേഷം 270 ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു 10 പോയിൻ്റ് കൊടുത്താലും നഷ്ടമുണ്ടോ? ഇപ്പുറത്ത് കിട്ടി 27 പോയിൻ്റ്. 240 27 പോയിന്റിൽ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു 15 പോയിൻ്റ് വിട്ടു കൊടുത്തോ. ബാക്കിയുള്ളത് കയ്യിൽ വെച്ചാലും 10 പോയിൻ്റ് മിച്ചമല്ലേ. അപ്പോൾ വീണ്ടും വന്ന് SMA ഭാഗത്ത് തന്നെയാണ് സപ്പോർട്ട് എടുത്തിരിക്കണം. അതിൻ്റെ മുമ്പിൽ ഒരു 145 എന്നുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ 147 എന്നുള്ള ഒരു റെഡ് ഡോട്ട് ഉണ്ട്, ആ ഭാഗത്തു നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഒരു ബ്രേക്ക് ഔട്ട് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ 270 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ 110 145, അപ്പോൾ 110 എൻട്രി പ്ലസ് 21 പോയിൻ്റ് 131 പിന്നെ 137 SMA നിൽക്കുന്നത്. അപ്പോൾ ഒരു 135 ട്രെയിൽ ചെയ്താലും 25 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ 25 പോയിന്റിൽ വന്നിട്ട് ട്രെയിൽ ചെയ്ത് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഇതിപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് 25 പോയിന്റിൽ നമുക്ക് ലോക്ക് ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് ട്രേഡ് എടുക്കാം. അത് 25 പോയിന്റ് അവിടെ നിന്നോട്ടെ. ആ താഴത്തോട്ട് അവിടെ നിന്ന് റിവേഴ്സ് ആയത് ഇവിടെ നിന്ന് 240 267 വരെ 27 പോയിന്റ്. അതിലൊരു 20 പോയിന്റ് കിട്ടിയാലും ഇവിടെ 25 പോയിന്റിൽ നിന്ന് ഇപ്പം നിൽക്കുന്ന ലെവലിലേക്കുള്ള 20 പോയിന്റ് അവിടെ കിട്ടി. അപ്പോൾ എന്നാലും നമുക്ക് 45 പോയിന്റ് ഓൾറെഡി ഈ ട്രേഡിൽ തന്നെ, ഈ സെക്ഷനിൽ തന്നെ കിട്ടി. താഴത്തോട്ടുള്ള ഒരു 70-75 പോയിന്റ് വേറെ. അതുകൂടാതെ ഇവിടെ കിട്ടിയത് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക വൈകിട്ട് വരെ. പിന്നെ ഇവിടെ RSI ഒരു ഡൈവർജൻസ് ആവുന്നുണ്ട്, അത് സ്റ്റേബിളായിട്ട് പോവില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. എന്നാലും ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റും ഒരു 10-25 പോയിന്റ് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാം. അത് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചോണ്ട്, പിയിൽ 25 പോയിന്റ് ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അഡീഷണൽ ഒരു 25 പോയിന്റ് നമുക്കിവിടെ എടുക്കാം. അതല്ലെങ്കിൽ 170 ഇറങ്ങിയിട്ട് താഴത്തോട്ട് വരുമ്പോൾ അതും എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സ് എടുക്കാം. അത് ഡിപ്പെൻസ് അപ്പോൺ ഓരോ ട്രേഡറുടെയും മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടാ? 270 മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 5 മിനിറ്റിൽ RSI വീണ്ടും ക്രോസ് ഓവർ ആയിട്ട് പിയിലേക്ക് ആയിട്ടുണ്ട്. 1 അവറിലും പിയിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ക കൺസോളേഷൻ സോണാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു മിനിറ്റ്, അതിൽ ചെറിയൊരു പ്രശ്നം. ബാങ്ക് നിഫ്റ്റിയാണ് 30 മിനിറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, 190 ആയിട്ടുണ്ട്. 193 നിൽക്കുന്നത്. ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ആ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡൗൺ, അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 270 കാണാം. മാക്സിമം കയറ്റി ടൈറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ 225 എന്നുള്ള ഇന്നലത്തെ ഡബിൾ ടോപ്പ് ഭാഗത്താണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ആ സപ്പോർട്ട് നല്ല രീതിയിലൊന്ന് ബ്രേക്ക് ഔട്ട് ആവണം. ആ ബ്രേക്ക് ഔട്ടായിട്ട് പോയി കഴിഞ്ഞ് 202 മാർക്കറ്റ് ഫാളാവുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്.
അപ്പോൾ നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവിലേക്കൊക്കെ കയറ്റി വെച്ചിട്ട് സേഫ് ആയാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ ഡബിൾ ബോട്ടം സപ്പോർട്ട് ഏരിയ ആണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് സിയിലേക്കായിരിക്കും മൂവ്മെൻറ്റ് പോകുന്നത്. അടുത്തൊരു 3 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അടുത്ത 3 ക്യാൻഡിലിൽ മാർക്കറ്റ് തീരുമാനിക്കും പിയിലേക്ക് തന്നെ പോകണോ അതോ സിയിലേക്ക് തിരിച്ചു പോകണോ എന്നുള്ള കാര്യം. അപ്പോൾ ഒന്ന് സേഫ് ആകുന്നത് വളരെ നല്ലതാണ്. കാരണം RSIയുടെ ക്രോസ് ഓവർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡബിൾ സപ്പോർട്ട് ഒരു 2 പ്രാവശ്യം ബ്രേക്ക് ചെയ്ത സ്ഥലത്താണ് വീണ്ടും മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 225. അപ്പോൾ അവിടെ നിന്ന് റിവേഴ്സായി പോയി കഴിഞ്ഞാൽ സിയിൽ മൂവ്മെൻറ്റ് 267 വീണ്ടും വരും. ഇത് SMA സപ്പോർട്ടിന് പോകും. നോക്കി എന്ത് സ്പീഡായിട്ട് പോയെന്ന് നോക്കി. കണ്ണടച്ച് തുറക്കണതിന് മുമ്പാണ് 257 മാർക്കറ്റ് വന്നത്. അതാണ് പറഞ്ഞത്, നെക്സ്റ്റ് ക്യാൻഡിൽ പോയി കഴിഞ്ഞാൽ താഴത്തോട്ട് വരും. RSIയുടെ ക്രോസ് ഓവർ, അതേപോലെ തന്നെ ഇവിടെ പിൻബാർ, RSI ഇവിടെ ക്രോസ് ഓവർ, അതേപോലെ തന്നെ 225 സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കവിടെ സേഫ് ആവാം എന്ന് പറഞ്ഞത്. ആ സേഫായിട്ട് ഓപ്പോസിറ്റ് എടുത്താലും ബുദ്ധിമുട്ടുണ്ടോ? 230 മുതൽ 251 വരെ. തീരുമാനങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമാണ്. റീതിങ്കിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും. ഇനി നമുക്കൊരു 190 ബ്രേക്ക് ചെയ്തൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രം അടുത്ത മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. കാരണം ഈ ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏത് നിമിഷവും മാർക്കറ്റ് തിരിച്ച് ഈ ഭാഗത്തേക്ക് വരാനുള്ള, സിയിൽ ഓപ്പൺ പ്രൈസിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒറ്റയടിക്കിങ് ഇറങ്ങുമോ അതോ SMA പോയി ടച്ച് ചെയ്തിട്ടാണോ തിരിച്ചിറങ്ങണമെന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് കൺസോൾട്ടേഷനായി പോകും. സ്റ്റേബിളായിട്ട് കൺസോൾട്ടേഷനായി പോയിട്ട് പിന്നെ ഒരു ബ്രേക്കൗട്ടും കൂടെ താഴത്തോട്ട് കിട്ടും. അത് നേരെ താഴത്തോട്ട് വരും. നമ്മളെന്തായാലും ഈ സാധനം 270 കൊണ്ടുപോയി മുട്ടിച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. എന്തായാലും ഇന്നൊരു 100 പോയിൻ്റ് റൈഡ് ചെയ്ത്, 100 പോയിൻ്റൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഈ 120 വേണ്ട, 110 നമ്മൾ എൻട്രി പറഞ്ഞത്. 120 60 പോയിൻ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു 3-4 ക്യാൻഡിൽ ഇവിടെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അടുത്തൊരു ബ്രേക്കൗട്ട് താഴത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുത്തെടുത്ത് നമുക്ക് 270 ആക്കിയാൽ മതി. ഇതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ചെയ്യണം. ഈ കാണുന്ന മൂവ്മെൻ്റ് ഒന്നും നമ്മളെ ബാധിക്കരുത്. ചെറുതായിട്ടൊക്കെ എടുത്തെടുത്ത് പോകാം. നമ്മുടെ മെയിൻ സാധനം 21 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് വെച്ചിരിക്കണം. അല്ലെങ്കിൽ അത്ര ക്ഷമ വേണം. 21 പോയിന്റ് കിട്ടിയ സ്ഥലത്ത് ഒരു 60 പോയിന്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ 60 പോയിന്റ് പോയി എന്നുള്ള ഒരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടപടിയുള്ള കേസല്ല. നമുക്ക് ആവശ്യം 21 പോയിൻ്റാണ്. അല്ലെങ്കിൽ ഈ ക്രോസ് ഓവർ നോക്കിയിട്ട് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു സിംഗിൾ മെത്തേഡ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊന്നുമില്ല. കയറി ഇറങ്ങി 270 വരെ പോകാം, അല്ലെങ്കിൽ താഴത്തുനിന്ന് ഹോൾഡ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഇതേപോലെ ഡിസിപ്ലിനായിട്ട് ഇറങ്ങാനുള്ള ഒരു മനക്കരുത്ത് വേണം. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്ത മൂവ്മെൻ്റ് എടുക്കണം. അത് കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള മെത്തേഡുകൾ പലത് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ മെത്തേഡിൽ ഏതൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ നമ്മളിന്ന് ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഇന്ന സമയത്ത് എൻട്രി, ഇന്നത് ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞു. അതായത് ഓഫീസോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മെസ്സേജ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാം. 5 മിനിറ്റിൽ 25,513 SMA നിൽക്കുന്നത്. 25,513 25,540 എന്നുള്ള സപ്പോർട്ട് സോണിലാണ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇപ്പോൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10:16 ഒരു 4 മിനിറ്റ് കൂടെ ഉണ്ട്. 4 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റ് പിയിൽ കിട്ടും. അത് എവിടം വരെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 211 വരെ കിട്ടിയെന്ന് പറയാം. ഡൗൺ ആയ
190 ബ്രേക്ക് ചെയ്താൽ കാരണം SMA 5 മിനിറ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ 25,513 നിലവിൽ നിൽക്കുന്നത്. ഇപ്പോൾ 25,540 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ തയ്യാറായിട്ട് ഇങ്ങനെ അതായത് ഫ്യൂച്ചർ നിൽക്കുകയാണ്. ഒരൊറ്റ ഡൗൺ അടിച്ചാൽ 25,513 13 10 23 33 16 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് 16 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 190 മുതൽ 211 വരെ പിയിൽ കിട്ടും. നേരെ മറിച്ച് RSI സിക്ക് അനുകൂലമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് 240 ബ്രേക്ക് ചെയ്താൽ 245 മൂവ്മെൻറ്റ് സിയിൽ കിട്ടും. 240 ബ്രേക്ക് ചെയ്താൽ 245 ആ 245 ബ്രേക്ക് ചെയ്താൽ പിന്നെ 257 264 ഭാഗത്തേക്ക് നോക്കിയാൽ മതി. കാരണം RSI റെഡിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് കൺഫർമേഷൻ ആയിട്ടുള്ളൊരു സിയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അപ്പം വേണമെങ്കിൽ നോക്കിയാൽ മതി. ഇപ്പോൾ ചാടി പിടിച്ച് നമ്മളൊരു എൻട്രി നോക്കേണ്ട കാര്യമില്ല. 10:18 ആയിട്ടുണ്ട്. 15 10 20 2 മിനിറ്റ് കൂടെ 20 5 മിനിറ്റ് അപ്പോൾ 20 10:20 ക്യാൻഡിലിൽ അടുത്ത മൂവ്മെൻറ്റ് അറിയാൻ പറ്റും. ഒരു 10 പോയിൻ്റാണ്. 190 നിന്ന് 213 മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് 1 പോയിൻ്റൊക്കെ വെക്കണം. കാരണം റിവേഴ്സ് 25,513 നിന്ന് ഫ്യൂച്ചർ പെട്ടെന്നൊരു റിവേഴ്സിനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 5 മിനിറ്റിൽ RSI ഡൗൺ സൈഡാണ് നിൽക്കുന്നത്. ഫ്യൂച്ചറിൽ 30 മിനിറ്റിലും ഡൗൺ സൈഡാണ് നിൽക്കുന്നത്. കാരണം RSI സിയിലേക്ക് ഡൈവർജൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഡബിൾ ബോട്ടം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് 220 ഭാഗത്ത്, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒന്ന് വന്നു, ഒന്ന് റീടെസ്റ്റ് അടിച്ചു, ഡബിൾ സപ്പോർട്ടാണ് എടുത്തിരിക്കണേ. 240 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 257 സി മൂവ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡൈവർജൻസ് വന്നിട്ടുണ്ട്. അതാണ് 10-20 കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു തവണ കൂടെ SMA മുട്ടാനുണ്ട്. അതെപ്പം മുട്ടും എന്നുള്ള കാര്യത്തിൽ മാത്രം നമുക്ക് ഈ പോക്കിന്, ഈ RSIയുടെ പോക്കിന് 240 ബ്രേക്ക് ചെയ്ത് പോയി മുട്ടുമോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നോക്കാനുള്ളൂ. അതാണ് നമ്മൾ 10-20 കഴിഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞത്. പിയിലേക്ക് ചെറിയൊരു വലിവാണ് ഇപ്പം നിലവിൽ ലൈവിലുള്ളത്. പിയിലേക്കുള്ള വലിവ് തന്നെയാണ് നിലവിലുള്ളത്. അതിനിടയ്ക്ക് സി മൂവ് ചെയ്യണമല്ലോ. കാരണം നമ്മൾ എടുക്കുന്ന സാധനം അതേപോലെ കണ്ടിന്യൂസ് പി പോകണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തായാലും സിയിലും മൂവ്മെൻറ്റ് കിട്ടണം, പിയിലും മൂവ്മെൻറ്റ് കിട്ടണം. അപ്പോൾ RSI സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണമാണ് നമ്മൾ 10-20 കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ SMA ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ട് ഇതുവരെ SMA ടച്ച് ചെയ്യാനായിട്ട് താഴത്തോട്ട് വന്നിട്ടില്ല. ഇപ്പം ഈ ഒരു മൂവ്മെൻറ്റിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം RSI ഓൾറെഡി സിയിലേക്ക് ഡൈവർജൻസ് ആയിക്കൊണ്ടിരിക്കുക. അത് 257 ചെന്നിട്ട് കൺസോൾട്ടേഷൻ ആവുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ്. നമ്മൾ 225 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ നമുക്കിനി പിയിനെ പറ്റി ആലോചിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 224 ഇപ്പോൾ ഇവിടെ എൻട്രി എടുത്താലും 15 പോയിൻ്റാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 25 35 37 ഇപ്പോൾ 12 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 257. 257 മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 1-2 പോയിൻ്റ് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. അത് പോവുകയാണെങ്കിൽ കയറി അങ്ങ് മുകളിലോട്ട് പൊക്കോട്ടെ. അതല്ലാത്ത പക്ഷം അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് 185 ബ്രേക്ക് ചെയ്താൽ 15 പോയിൻ്റ് നമുക്ക് പിയിൽ പിടിക്കാം. അങ്ങനെ നമ്മൾ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റണം.
ഈ ഒരു ഗ്രീൻ ഒരു അപ്പ് മൂവ്മെൻ്റ് ആണെന്നും പറഞ്ഞ് നമുക്ക് ചാടി കയറി ഗ്രീനിലിരിക്കാനായിട്ട് പറ്റില്ല. 185 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. കാരണം ഇവിടെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു SMA ടച്ച് ചെയ്യാതെ മാർക്കറ്റിൽ എന്തായാലും ഒരു മൂവ്മെൻ്റ് എടുത്താൽ വരില്ല. ഇത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഇതൊരു ഗ്രീൻ ക്യാൻഡിലൊന്നും ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എനിക്കൊരു 185 മേളിലോട്ടൊരു 60% എങ്കിലും മൂവ് അപ്പ് ആയാലേ പിയിലേക്കുള്ളൊരു ഡൈവർജൻസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രീനിൽ കയറുന്ന കാര്യം ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കയറിയാലും എന്തെങ്കിലും സ്കാൽപ്പ് ചെയ്യാം, 5-6 പോയിന്റ് കിട്ടും എന്നുള്ളതല്ലാതെ നമ്മൾ വലുതായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. RSI റീഡൈവർജൻസ് ആവുന്നുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 2 ക്യാൻഡിനുള്ളിൽ ബ്രേക്കൗട്ട് ആയാൽ അടുത്ത 2 ക്യാൻഡിനുള്ളിൽ ബ്രേക്കൗട്ട് ആവും. കാരണം എന്തുകൊണ്ടാണ് ഈ സ്ട്രഗിൾ വരുന്നതെന്ന് വെച്ചാൽ SMA ഒന്ന് ടച്ച് ചെയ്യണം. SMA ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രഗിൾ കാണിക്കുന്നത്. അടുത്ത 2-3 ക്യാൻഡിൽ മാക്സിമം 10 കഴിയുമ്പോൾ ഒരു ബ്രേക്കൗട്ട് എന്തായാലും വരും. ഓക്കെ, SMA ഏതാണ്ടൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഡയറക്ഷൻ ഇവിടെ നിന്നായിരിക്കും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ആ 242.74 ബ്രേക്ക് ചെയ്ത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒരു ഹൈ 244.40 244.40 വരെ ഇതൊരു വിക്കടിച്ച് നിൽക്കും സിയുടെ ക്യാൻഡിൽ. എന്നിട്ട് 245 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് തുടർന്നത് കണ്ടിന്യൂ ചെയ്ത് സി മൂവ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടും ഞാനതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. SMA ടച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റ് അടുത്തൊരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 225 അല്ലെങ്കിൽ 235 ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും SMA ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ 1-2 പോയിന്റ് പ്രോഫിറ്റോ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇനി SMA ടച്ച് ചെയ്തിട്ടേ അടുത്ത ഡയറക്ഷൻ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് ഓൾറെഡി പറഞ്ഞത്. അപ്പോൾ നിലവിൽ 242 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. എങ്ങോട്ടാ? സിയിലേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. കാരണം RSI സിക്ക് അനുകൂലമായിട്ടാണ് നിലവിൽ നിൽക്കുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള 10-25 ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് നിലവിലുള്ള ക്യാൻഡിൽ വന്നിട്ടില്ല. അപ്പോൾ 242 ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിയിലേക്ക് നമുക്ക് 185 ബ്രേക്ക് ചെയ്താൽ മാത്രം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അതുവരെ സി ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞൊക്കെ വരട്ടെ. അതുവരെ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 10-100 പോയിന്റ് മേലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു വല്ലപ്പോഴും ലോട്ടറി കോളൊക്കെ നമ്മൾ എടുക്കാറുള്ളൂ. അതിൽ 2 ലോട്ടറിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കിട്ടിയിട്ട് ഒരു ലോട്ട് വെച്ചിട്ട് എടുത്താലും നമുക്ക് കൂടുതലായിട്ടൊന്നും നഷ്ടപ്പെടാനായിട്ടില്ല. നമ്മൾ 25-500 സി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 31-45-67. അതേപോലെ പിയിൽ 20 ഉള്ള ഈ ഒരു ലെവലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 105, 123, 155, 197 ഇനി അതനുസരിച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ടാർഗറ്റ് നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വരക്കുന്ന 270.10 ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് ചെറിയ രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ 100 പോയിന്റിന് മുകളിൽ എങ്ങനെ റൈഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തത് 108-ലാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞത് 21 പോയിന്റിൽ നമുക്ക് ലോക്ക് ചെയ്തിടാം. അത് പതുക്കെ ഈ റെഡ് ലൈൻ പോകുന്നതനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം. നമ്മളുടെ ഏകദേശം ഒരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 270 ബട്ട് 265 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 265 കറക്റ്റായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തു. അപ്പോൾ എത്ര പോയിൻ്റാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ എൻട്രി എടുത്തത്
110ലാണ്. 110 മൈനസ് 265, 155 പോയിന്റ്. എങ്ങനെയാണ് ടെൻഷൻ ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈവ് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുകൂടാതെ നമ്മൾ ലോട്ടറി കോളും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 20, 25 ലെവലിലാണ് നമ്മൾ എൻട്രി എടുത്തത്, 25 മുതൽ 79 വരെ. അപ്പോൾ ഏകദേശം 50 പോയിൻറ്റിൻ്റെ അടുത്ത് ലോട്ടറി കോളിലും കിട്ടിയിട്ടുണ്ട്. 150 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് നോർമൽ വ്യൂവിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേഡിൻ്റെ സക്സസ്ഫുള്ള് കാണിക്കാനായിട്ട് ഇതിനപ്പുറം എൻ്റെ കയ്യിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പം ഇതിലും കൂടുതൽ പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഇനിയും ഇത് മനസ്സിലാക്കാതെ ഉള്ളവർക്ക് എനിക്കൊന്നും പറയാനില്ല. എനിവേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എന്നാലും നമുക്ക് വീഡിയോ ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് വെച്ചാൽ. എന്നാലും ബാക്കി നമ്മളുടെ പ്രോഫിറ്റിൻ്റെ PNL ഒക്കെ കാണിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ വീഡിയോ അവിടെ അങ്ങ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 270 ടാർഗറ്റ് പറഞ്ഞു വെച്ചത്. അത് ഓൾറെഡി 273 പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകിട്ട് വരെ അത് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 253 ഭാഗത്തേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാൽ ഗുണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 150 പോയിൻ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ലോട്ടറി കോള് 82ലാണ് ലോട്ടറി കോള് നിൽക്കുന്നത്. അപ്പോൾ ലോട്ടറി കോള് ഹിറ്റ് ചെയ്യാനുള്ള ഏരിയ എന്ന് വെച്ചാൽ 107 ലോട്ടറി കോള് ഹിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ. അതും കയറ്റി ട്രെയിൽ ചെയ്ത് വെച്ചാൽ വിഷയമില്ല. എന്തുകൊണ്ടാണ് കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യാം എന്ന് വിചാരിച്ചത്? 52 അല്ല, ഫ്യൂച്ചറിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഒന്ന് ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം നമുക്ക് വന്നത്. എനിവേ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കാണിക്കാം. പിന്നെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ചെയ്താൽ പോരെ, നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്, എന്തിനാണ് ലൈവ് കൊടുക്കണതെന്നൊക്കെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അത് വൈകാതെ തന്നെ ഞാനത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഫൈനലി കൊടുത്തത് 25,300 C ബൈ അബോവ് 245, ടാർഗറ്റ് 257, 267, 285, 300, 327. 25,700 ബൈ അബോവ് 190, ടാർഗറ്റ് 217, 270. ഈ ഏരിയ ആയിരുന്നു 175 നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ 270, 275, 280 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട്. പിന്നെ കൊടുത്തത് 11.5 25,600 CE ലോട്ടറി കോള്, ടാർഗറ്റ് 30, 45, 65. പിന്നെ ലോട്ടറി ഈസ് റിസ്കി, ഡോണ്ട് ബൈ ഹ്യൂജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 25,500 PE ലോട്ടറി കോള്, ടാർഗറ്റ് 45, 105, 124, 154, 195. അപ്പോൾ പിയിലും സിയിലും ഓൾമോസ്റ്റ്. പിന്നെ മെയിൻ സ്ട്രൈക്കിൽ നമ്മുടെ 150 പോയിൻ്റ് റൈഡ് ചെയ്യുന്നതും ഓൾമോസ്റ്റ് റൈഡായിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ആളുകളുടെ പ്രോഫിറ്റുകൾ ഞാനൊന്ന് കാണിച്ചു തരാം. കാരണം എല്ലാവർക്കും അത്ര വലിയ ഹോൾഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റൊന്നും ഇല്ല. ഞാൻ 2 വർഷമായിട്ട് എടുത്ത ഒരു ഡിസിപ്ലിൻ തുടക്കക്കാർക്ക് വരണമെന്നില്ല. എങ്കിലും അവർ ഓൾമോസ്റ്റ് അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. 2,867, 2,787, 4,078, 2,173, അതേപോലെ തന്നെ 2, 3, 3, 6, 16,000 രൂപ അവിടെ കിട്ടിയിട്ടുണ്ട്. 1,466, 2,744, 1,115, 1,685, 311, 6,025, 443. അങ്ങനെ പല ലെവലിലൊക്കെ എടുത്ത ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ലോട്ടറി കോള് 105 ഒരു ടാർഗറ്റ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ 105 ബ്രേക്ക് ചെയ്താൽ 110, 110 ബ്രേക്ക് ചെയ്താൽ 125. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ സിയിൽ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം 50 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വന്നു കഴിഞ്ഞാൽ 25, 180 ഫാൾ ആവാനും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇൻഡെക്സ് ബേസിൽ എന്താ പറയണ്ടേ, ഇവിടെ നിന്നാണ് മാർക്കറ്റിംഗ് വന്നത്. ഇവിടെ ആദ്യത്തെ ഒരു വൈറ്റ് ഡോട്ടിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് മാർക്കറ്റ്. ഇവിടെ ഒരു വൈറ്റ് ഡോട്ടിലും
പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലെവലിലുമാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് അവിടുത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 25,363 പോരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവും. അപ്പോൾ ഏകദേശം മാക്സിമം ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യേണ്ട ഒരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു, അതായത് ഓൾ പൊസിഷൻസ് ലോക്കിംഗ് ഹിയർ. കാരണം മാർക്കറ്റ് നമ്മളീ പറഞ്ഞ പോലെ അടുത്തൊരു ഡയറക്ഷൻ, അതായത് ഇൻഡെക്സിൽ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പരിപാടി ഒതുക്കാം, നേരെ അത് കഴിഞ്ഞിട്ട് അടുത്ത മൂവ്മെൻറ്റിലേക്ക് പോകാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ കറക്റ്റ് സപ്പോർട്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും സിയിലേക്ക് പോവുകയാണ്. എന്തായാലും അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം. നമുക്കൊരു മാർക്കറ്റിൽ റൈഡ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളതിന് ഇതിനപ്പുറത്തേക്കുള്ളൊരു പ്രൂഫ് എൻ്റെ അടുത്തില്ല. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലൈവിൽ തന്നെ വ്യൂ കണ്ടിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ആവാം. ഞാൻ ഒരിക്കലും ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് പറയുന്ന ഒരാളല്ല. ഏരിയാസ് അനലൈസ് ചെയ്ത് തരും, നിങ്ങൾ ഡിസൈഡ് ചെയ്ത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് എടുക്കാം. നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാം. എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം എനിക്ക് മാത്രം കിട്ടും. പക്ഷേ ഞാനത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പേരുടെ ലൈഫിലാണ്, അതായത് ലോസ് വന്ന ആളുകൾ, എത്ര പേരുടെ ലൈഫിലോ ഇതേപോലൊരു മൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ PNL ആണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മറ്റുള്ളവരുടെ PNL കാണുന്നതാണോ ഏറ്റവും സേഫായിട്ടുള്ള കാര്യങ്ങളെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ ലക്ഷങ്ങളുടെ PNL ഒന്നും കാണിക്കാനായിട്ട് നമ്മുടെ അടുത്തില്ല. പക്ഷേ വൈകിട്ട് അരിമേടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് നല്ലപോലെ പറ്റുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളവരുടെ പ്രാർത്ഥന നമ്മുടെ കൂട്ടത്തിലുണ്ട്. കാരണം എനിക്ക് നന്നായിട്ട് വ്യൂ പറയാൻ പറ്റട്ടെ, അതുവഴി മറ്റുള്ളവർക്ക് വരുമാനം കിട്ടുക എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ ഒരു ബിസിനസ്സായിട്ട് കാണുന്ന വ്യക്തിയല്ല ഞാനെന്നുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.